കാണുന്നുണ്ടോയെന്നുള്ളൂ മക്കളെ. ഇത്രയായി ഞാനെൻ്റെ കുട്ടി വേറിട്ട് നിൽക്കണേ. കുറച്ച് റബ്ബിൻ്റെ ഒടോട് കൂട്ടിട്ട് നാളായിട്ട് വന്ന് കാണട്ടെ. കാണാൻ കഴിയും ഞാൻ വിചാരിച്ചോളല്ല. എൻ്റെ കുട്ടിക്ക് ഇത്ര ആത്മഹത്യ ചെയ്യാൻ തല പോകണതൊക്കെ കഴിഞ്ഞിട്ടുള്ള ആയുസ് നീട്ടി അവിടെ ഇട്ട് ഇവരൊക്കെ ഇപ്പോൾ നാട്ടിൽ താളിലൊക്കെ പിരിവും കാര്യം കൊണ്ടിട്ടല്ല എൻ്റെ കുട്ടിക്ക് വരാൻ കഴിയുന്നില്ല. അത് എത്തിച്ചേർത്ത് അതൊക്കെ ആയിരിക്കും എല്ലാവരും. ഒന്ന് ഞാൻ കാണാനും എൻ്റെ കുട്ടിയെ കൂടെ ജീവിക്കാനുള്ള അവർക്ക് വലുതരട്ടെ എന്ന് മാത്രമേ തരാനുള്ളൂ. ഭർത്താനം പറഞ്ഞ് എനിക്കിനി പറയാൻ വയ്യാതായി മക്കളെ. എൻ്റെ കുട്ടിനോടൊത്ത് ജീവിക്കാനും നല്ല എനിക്ക് മരിക്കാനുള്ള വിചാരിച്ചത്ര തേടാനോട് ആരൊക്കെയാണെന്ന് പുതിയ പറയാൻ കഴിയുമോ? ഈ നാട്ടിലുള്ളവരും പുറം നാട്ടിലുള്ളവരും അതാൻ്റെ ഭൂമിയിലുള്ളവരൊക്കെ സഹായിച്ചിട്ടല്ലേ ഇപ്പോൾ എൻ്റെ കാര്യസ്ഥാനത്ത് എത്തിയത്. ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ലേ 34 കോടി ഉറുപ്പിയല്ലേ അവർ ചോദിച്ചത്. ഞാൻ വിചാരിച്ചു എന്ത് കാട്ടുമോ, ഈ പൈസ ഒന്നും കൊടുക്കാൻ കഴിയില്ല, എൻ്റെ കുട്ടിക്ക് നാട്ടിൽ എത്താൻ കഴിയില്ല എന്ന് വിചാരിച്ചോളാം. ഈ സ്ഥാനത്ത് എത്തിയില്ല. ഇത് കുറഞ്ഞ പൈസ കൂടി ആയി കിട്ടിയാൽ എൻ്റെ കുട്ടീനെ അള്ളാഹു കൂടെ എത്തിച്ചു തരും. നിങ്ങളൊക്കെ സഹായം കൊണ്ടിട്ട് ഒന്ന് കാണാനുള്ള വിധി തരട്ടെ. നന്നായിട്ട് അത് തന്നെ എല്ലാവരും പാടെ കൂടി ഒരുങ്ങിയിട്ടല്ലേ 1, 2, 10 ഉറുപ്പിയല്ലല്ലോ മക്കളെ. ഓലെ ദാവും മോവും കെടാൻ കൊടുക്കാൻ അങ്ങോട്ട് നമുക്ക് എത്തിച്ചു തരട്ടെ. ഓർക്ക് കുറഞ്ഞതാണ്, നമുക്കിത് വലിയതല്ലേ. നമുക്കിവിടെ എത്ര എണ്ണണോ പൈസ കിട്ടണമെങ്കിൽ അത് ഇത്രയും നമ്മളെ ഈ നാടുകൊണ്ട് കിട്ടിയില്ലേ. അൽഹംദുലില്ലാ. നമ്മളിപ്പോൾ അള്ളാഹിനെ എത്ര കണ്ട് സൂക്ഷിക്കണം. ഇതിനുള്ള പല അള്ളാഹു ഓർക്കൊക്കെ കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനുള്ളൂ. പറഞ്ഞിരുന്നു നമ്മളെ റമദാന് രണ്ടിനൊന്ന് വിളിച്ചിന് വർത്താനം പറഞ്ഞു. ആ വെച്ച് പൈസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ, ഞാൻ അവിടെ എത്തല്ലേ എന്നൊരു വാക്ക്. തോനെ പറയാനൊന്നും എനിക്ക് കഴിയൂല. അതേമാതിരി വിറച്ച് എനിക്ക് വർത്താനം പറയുമ്പോൾ ഒന്ന് കാണാനുള്ള വിധി തരട്ടെ എന്ന് കാണിക്കാം. വർത്താനം നിൽക്കില്ല എനിക്ക്. ഓൻ പറഞ്ഞു ഞാൻ കേട്ട എനിക്ക് മറുപടി പറയാൻ കഴിയൂല. എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല വെച്ച് നിങ്ങൾ ധാരണമാതിരിക്ക് ബുദ്ധിമുട്ടില്ല വെച്ച് ആ വാക്കേ പറയുള്ളൂ. പിന്നെ അവനോട് എന്തേ കാട്ടുന്നുണ്ടോ അതൊന്നുണ്ടോ കുട്ടി ചോദിക്കാൻ എനിക്ക് കിട്ടൂല അന്നേരം അവനോട്. പിന്നെ എനിക്ക് ചോദിക്കേണ്ടീനി ആക്കണ്ടീന്നൊക്കെ. എൻ്റെ കുട്ടിൻ്റെ അവസ്ഥ വന്ന് കണ്ടാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഉള്ള ബുദ്ധിമുട്ട് ഞാൻ വന്ന് കാട്ടിത്തരട്ടെ മക്കളെ കണക്കെ വരയ്ക്കും. ഇല്ല, അതിനന്ന് അവിടെ ഉണ്ടായില്ല. പിന്നെ വിളിച്ചില്ല. അന്നിങ്ങനെ ഇവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. രാത്രി അതിലൊക്കെ അറിയണ്ടവരോ. ഇനി വന്നിട്ടൊക്കെ മോതാവ് പറയാണ്ട് വിധി തരട്ടെ. 2 ദിവസം അത് എനിക്കറിയില്ല ആരൊക്കെ പോകണമെന്നുള്ളത്. ഇവരോട് ചോദിക്കണം. ഞാനറിയില്ലല്ലോ. എത്തിച്ചേരട്ടെ. ഞാൻ ഇന്നെ അങ്ങോട്ട് കൊണ്ടുപോകാതെ എൻ്റെ കുട്ടി ഇങ്ങോട്ട് വരട്ടെ. പിന്നെ അതിനല്ലാതിനോട് വരക്കാം. ഇവിടെ വന്ന് കാണാൻ വിധി വരട്ടെ.